ഹായ് ഹലോ വെൽക്കം ടു നോദിക്. നമസ്കാരം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ബ്ലാക്ക് ഫ്രൈഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ബ്ലാക്ക് ഫ്രൈഡേ എന്താണെന്ന് അറിയോ? എനിക്ക് ഇന്ത്യയിൽ വെച്ചിട്ട് അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഈ ബ്ലാക്ക് ഫ്രൈഡേ എന്താണ്. സ്വീഡനിൽ വന്നപ്പോഴും ബ്ലാക്ക് ഫ്രൈഡേ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സെയിലാണ്, ഒരുപാട് ഡിസ്കൗണ്ട്സ് ഒക്കെ ഉണ്ട്, ഇത്ര മാത്രമേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ. US താങ്ക്സ് ഗിവിങ് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഡേ ആണ് ഈ ബ്ലാക്ക് ഫ്രൈഡേ ആയിട്ട് അവർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇത് ക്രിസ്മസ് ഷോപ്പിംഗ് സീസണിൻ്റെ സ്റ്റാർട്ടായിട്ടാണ് അവർ കണക്കാക്കുന്നത്. ആക്ച്വലി ഇത് ഒരു ഇയറിലെ ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ള ഒരു ഷോപ്പിംഗ് ഡേ ആണ്. ഇവിടെ സ്വീഡനിലാണെങ്കിലും നമ്മൾ ഒരുപാട് ഓഫേഴ്സ് ഈ ബ്ലാക്ക് ഫ്രൈഡേയുടെ ഭാഗമായിട്ട് കാണാറുണ്ട്. ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിന്, ഫാഷൻ ഡ്രസ്സുകൾക്കും, അങ്ങനെ എല്ലാ അപ്പാരൽസിനും നമ്മളിവിടെ ഷോപ്പിംഗ് മാൾസിലൊക്കെ ചെല്ലുമ്പോഴത്തേനും അവിടെ ബ്ലാക്ക് ഫ്രൈഡേ ഓഫർ 35%, 40%, 50% എന്നൊക്കെ നമ്മൾ കാണാറുണ്ട്. അന്നത്തെ ദിവസം പോവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ആ ഒരു വീക്ക് ഫുള്ളായിട്ട് ഈ ബ്ലാക്ക് വീക്ക് എന്ന് പറഞ്ഞിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ബ്ലാക്ക് ഫ്രൈഡേയുടെ ഒറിജിനെ പറ്റി സംസാരിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1869 ഫിനാൻഷ്യൽ ക്രൈസിസിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്തിട്ട് വന്നൊരു ടേമാണ് ഈ ബ്ലാക്ക് ഫ്രൈഡേ എന്ന് പറയുന്നത്. അതായത് സ്റ്റോക്ക് മാർക്കറ്റും ഗോൾഡ് മാർക്കറ്റും വളരെയധികം താഴേക്ക് പോവുകയും അതിൻ്റെ ഭാഗമായിട്ട് ഫിനാൻഷ്യലി ഭയങ്കര പ്രശ്നങ്ങൾ വരികയും അങ്ങനെയൊക്കെ ഉണ്ടായപ്പോഴത്തേനും അവിടെ വന്നൊരു ടേമാണ് ഈ ബ്ലാക്ക് ഫ്രൈഡേ എന്ന് പറയുന്നത്. താങ്ക്സ് ഗിവിങ്ങിൻ്റെ നെക്സ്റ്റ് ഡേ ഒരു ലോങ് വീക്കെൻഡ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവിടെയുള്ള ഫാക്ടറീസിലെ വർക്കേഴ്സ് എല്ലാവരും അവരവരുടെ മാനേജേഴ്സിനെ വിളിച്ചിട്ട് ലീവ് വേണം, സിക്കാണ് എന്ന് പറയാൻ തുടങ്ങി. അപ്പോൾ ഇതിനെ 1951 ഫാക്ടറി മാനേജ്മെൻറ്റ് ആൻഡ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജേണൽ ഡിനോട്ട് ചെയ്തത് ബ്ലാക്ക് ഫ്രൈഡേ എന്ന് പറഞ്ഞിട്ടുള്ള ടേം യൂസ് ചെയ്തിട്ടാണ്. അതുപോലെ 1960s ഈ താങ്ക്സ് ഗിവിങ് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഡേ ഫിലാഡൽഫിയയിൽ, അതായത് US അവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ ആൾക്കാരുടെ ജനങ്ങളുടെ ഈ ഷോപ്പിങ്ങിന് വേണ്ടിയുള്ള തിരക്കിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ബ്ലാക്ക് ഫ്രൈഡേ എന്ന് പറഞ്ഞ ടേം യൂസ് ചെയ്തു. ബ്ലാക്ക് ഫ്രൈഡേ US മാത്രമല്ല UK, കാനഡ, ഓസ്ട്രേലിയ, പിന്നെ ഒരുപാട് യൂറോപ്യൻ കൺട്രീസ്, അങ്ങനെ 15ഓളം കൺട്രീസിൽ ഇത് ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. ഫ്രാൻസിൽ ഇതിനെ XXL ഡേ ഓർ ജൂർ ഡേ എന്നും, ജർമ്മനിയിൽ ബ്ലാക്ക് വീക്ക് എന്നും, അതുപോലെ മെക്സിക്കോയിൽ ബ്യൂൻ ഫിൻ എന്നൊക്കെയാണ് ഇതിനെ അറിയപ്പെടുന്നത്. എത്രത്തോളം ആളുകൾ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ 65%ഓളം ആൾക്കാർ ഈ ബ്ലാക്ക് ഫ്രൈഡേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ ഓൺലൈൻ സെയിൽസ് US മാത്രം 2017 തൊട്ട് 2023 വരെ നോക്കിക്കഴിഞ്ഞാൽ $9 ബില്യൺ ആണ് ഒരൊറ്റ ദിവസത്തെ ഏണിംഗ് എന്ന് പറയുന്നത്. ഇനി കൺസ്യൂമേഴ്സ് എങ്ങനെയാണ് ഷോപ്പ് ചെയ്യണേന്ന് നോക്കിക്കഴിഞ്ഞാൽ 78% ആൾക്കാരും ഓൺലൈനും അതുപോലെ തന്നെ ഓഫ്ലൈനും ഷോപ്പിൽ പോയിട്ടും ഷോപ്പ് ചെയ്യുന്നുണ്ട്. ബ്ലാക്ക് ഫ്രൈഡേ സെയിലിന് ഗുണങ്ങളും അതുപോലെ തന്നെ ദോഷങ്ങളും പറയുന്നുണ്ട്. ദോഷം പറയുകയാണെങ്കിൽ ഇത് ഒരുപാട് ഓവർ കൺസംഷനെ പ്രൊമോട്ട് ചെയ്യുന്നതായും മെറ്റീരിയലിസത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നതായും പറയപ്പെടുന്നു. മാത്രമല്ല ഒരുപാട് ക്രൈംസ് ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നതായിട്ടും നമ്മൾക്ക് തെളിവുകളുണ്ട്. ഇന്നേ ദിവസം 34% ആക്സിഡൻറ്റ് റേറ്റ് കൂടുതലാണ് എന്നാണ് പറയപ്പെടുന്നത് കണക്കുകൾ. പല രാജ്യങ്ങളിലും ക്രൗഡ് നിയന്ത്രിക്കാൻ പറ്റാതെ അതോറിറ്റീസ് ഒരുപാട് വലയുന്നുമുണ്ട്. ഇനി ഇന്ത്യയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ബ്ലാക്ക് ഫ്രൈഡേ ഒരു 2 വർഷം മുമ്പൊന്നും ഉണ്ടായിരുന്നില്ല. ആക്ച്വലി ഇപ്പോൾ നമുക്കത് കണ്ടുവരുന്നുണ്ട്. ഫ്ലിപ്കാർട്ട്, ആമസോൺ, അഡിഡാസ്, ഇനി ടാറ്റയുടെ ക്രോമ, ഇവരെല്ലാവരും ബ്ലാക്ക് ഫ്രൈഡേ സെയിലിനെ ഇപ്പോൾ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെങ്കിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ബ്ലാക്ക് ഫ്രൈഡേ സെയിലിനെ പറ്റി അല്ലെങ്കിൽ ബ്ലാക്ക് ഫ്രൈഡേയെ പറ്റിയുള്ള ഒരു ചെറിയൊരു ഇൻട്രസ്റ്റിംഗ് അറിവ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരു ചെറിയൊരു അറിവ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. പുതിയ ഇൻട്രസ്റ്റിംഗ് വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ബൈ.